പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റേതായിട്ടുള്ള പല അഭിപ്രായങ്ങളും പങ്കുവെക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ വ്ളോഗിങ്ങിലൂടെയുള്ള ഉദ്ദേശം. കേൾക്കേണ്ടവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് തട്ടിമാറ്റി പോകാം. നിങ്ങൾ എത്ര വിമർശിച്ചാലും തെറി വിളിച്ചാലും എൻ്റെ ആശയങ്ങളെ വർഷങ്ങളായിട്ട് സമൂഹത്തിൽ വ്യത്യസ്തമായ ആശയങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വി.ഡി. സതീശൻ അധികാരമേൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ വളരെ പോസിറ്റീവുള്ള ഒരു സാധനമാണ്. അതായത് ക്ലിഫ് ഹൗസിൻ്റെ അത് നവീകരണവുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാറുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന് കൊടുക്കേണ്ട സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നല്ല രീതിയിലുള്ള ഭരണം നടത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. മാത്രവുമല്ല, അദ്ദേഹം ഓരോ നേതാക്കന്മാരെയും ചെന്ന് കാണുന്നു. പിണറായി വിജയൻ അടക്കമുള്ള ആളുകളെ കാണുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, ഒരു പരാജയമായിട്ട് നമുക്ക് അത് എങ്ങനെ നടപ്പിലാക്കുമെന്നുള്ളതിൻ്റെ വലിയൊരു ആശങ്ക. ഞാനിതിൻ്റെ മുമ്പ് ഈ വിഷയം പറഞ്ഞതാണ്. അതിലിപ്പോൾ ഇന്നലെ മഹിളാ മോർച്ച യാതൊരു ആവശ്യവുമില്ലാതെ, അതിനൊന്നും സമയമായിട്ടില്ല, ഈ ബസ്സിൽ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് സമരമൊക്കെ നടത്തിയത് നമ്മൾ കണ്ടു. അതൊക്കെ കേവലം അസ്ഥാനത്തെ സമര മാർഗമായി പോയി എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ വിലയിരുത്തുന്നത്. പക്ഷേ ഇതെങ്ങനെ നടപ്പിലാക്കുമെന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് നല്ല ആശങ്ക ഉണ്ട്. 1,78,00,000 മുകളിലാണ് കേരളത്തിലെ സ്ത്രീ സമൂഹം ഉള്ളത്. അതിൽ കാഭാഗം, മുഴുവനും വേണ്ട, കാഭാഗം സ്ത്രീ സമൂഹം ഈ KSRTC ബസ്സിനെ മാത്രം ആശ്രയിച്ചാൽ ഇവിടുത്തെ സ്വകാര്യ ബസ്സുകൾ, അതിലെ ജീവനക്കാർ, അവരുടെ കുടുംബം മുഴുവനും പട്ടിണിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇന്നലെ AK ആൻ്റണി പറഞ്ഞു വെച്ച ഒരു കാര്യം വി.ഡി. സതീശൻ ഇടയ്ക്ക് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാറ് അത് ഉള്ളത് ഉപയോഗിക്കും. അതേപോലെ തന്നെ ക്ലിഫ് ഹൗസ് നവീകരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് അദ്ദേഹം പ്രസ്താവന നടത്തിയതായിട്ട് കണ്ടു. ചെറിയ തോതിൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹങ്ങൾ, അദ്ദേഹത്തിനുള്ള Z+ കാറ്റഗറിയൊക്കെ അത്രയൊന്നും വേണ്ട എന്ന്, അതായത് ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നത് ഖജനാവിൻ്റെ അവസ്ഥകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഖജനാവിലൊന്നുമില്ല, പാപ്പരായൊരു സർക്കാരാണ് ഇത് എന്ന് അദ്ദേഹം എടുത്തെടുത്ത് പലപ്പോഴായിട്ട് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു. അങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ഈ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാൻ സാധിക്കുക? നോക്കൂ, ഈ പറയുന്ന 1,78,00,000 മുകളിൽ വരുന്ന സ്ത്രീ സമൂഹത്തിൽ കാഭാഗം ആളുകൾ KSRTCയെ ആശ്രയിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും. അതിൻ്റെ ഒരു ഉദാഹരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈവറ്റ് ബസ്സുകളിലേക്ക് കയറാതെ സ്ത്രീ സമൂഹം മാറിയാൽ, വിശേഷ മലബാർ ഏരിയയിലൊക്കെ പുതിയ പുതിയ KSRTC ബസ് റൂട്ടുകൾ ആരംഭിക്കേണ്ട ഒരവസ്ഥ വരും. ഈ ആരംഭിക്കുന്ന ബസ്സുകൾക്ക് കൃത്യമായ ഒരു ലാഭ വരുമാനം കിട്ടുമോ? അത് കിട്ടൂല. സ്വാഭാവികമായിട്ടും ഖജനാവിൽ നിന്ന് വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടത്തിലേക്കും, അതിലൂടെ KSRTC തൊഴിലാളികളുടെ വേതനം പോലും ഒരു ബാധ്യതയായിട്ട് സർക്കാരിന് മാറും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പിന്നെ മറ്റൊന്ന്, 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി എന്നാണ് മറ്റൊരു ഓഫർ പറഞ്ഞിരുന്നത്. അത് നടപ്പിലാക്കിയാൽ അത് നല്ല ഒരു കാര്യമായിരിക്കും കേരളത്തിലെ സമൂഹത്തിന്, ജനങ്ങൾക്ക് കിട്ടുക. കാരണം നമുക്കറിയാലോ, ഒരുപാട് ചാരിറ്റി, നമുക്കൊക്കെ ഈ ചാരിറ്റി മേഖലയിൽ കുറച്ചൊക്കെ പരിചയമുള്ളതുകൊണ്ട് ഈ വലിയ ഓപ്പറേഷനുകൾക്കൊക്കെ വലിയ രീതിയിൽ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ ബുദ്ധിമുട്ടുണ്ട്. ഈ ഇൻഷുറൻസ് പദ്ധതിക്ക് പുറമെ വി.ഡി. സതീശൻ സർക്കാർ, UDFൻ്റെ സർക്കാർ ഇവിടെ കിഡ്നി, മജ്ജ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ ശസ്ത്രക്രിയകൾ ഫ്രീ ആയിട്ട് നൽകാൻ, അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട്, അത്തരം ഒരു എമൗണ്ട് എടുത്തിട്ട് ഡോക്ടർമാരെ വെച്ചിട്ട് ഒരു ചെറിയ ഫീസ് ഇനത്തിൽ ഈടാക്കിയിട്ട് അത് ഇവിടെ നിർവഹിക്കാൻ കേരളത്തിൽ സാധിക്കുമെങ്കിൽ അത് വലിയ ഒരു ഉപകാരം ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്നുള്ളത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പറയുകയാണ്. ഈ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സ്കീം ശരിക്കും നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ അതൊരുപാട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതൊക്കെ നടപ്പിൽ വരുത്തുന്നതിന് വലിയ തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതേപോലെ തന്നെയാണ് പെൺകുട്ടികൾ, ഉപരിപഠനത്തിന് പോകുന്ന പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് അതൊക്കെ എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും അതൊക്കെ നടപ്പിൽ വരുത്താൻ പലപ്പോഴും കഴിഞ്ഞു എന്ന് വരാം. പക്ഷേ അവിടെയൊക്കെ ഈ KSRTCയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കാര്യം കൃത്യമായൊരു പഠനത്തിന് വിധേയമാക്കാതെ ആണ് പ്രസ്താവന നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിലൂടെ ഈ സ്വകാര്യ ബസ് ജീവനക്കാർ ഒക്കെ കടക്കണിയിലേക്ക് പോകും.
ബസ്സിൻ്റെ ഓണർമാർ കടക്കണിയിൽ പെട്ടുപോകും. ആ മേഖല തന്നെ ഇല്ലാതാവും എന്നുള്ളതാണ് നമ്മളിത് നോക്കിക്കാണുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് നടപ്പിൽ വരുത്തുക എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുകയാണ്. ഏതായാലും മന്ത്രിസഭയൊക്കെ രൂപീകരിച്ച് അത് നടപ്പിലാക്കിയാൽ തന്നെ എത്രത്തോളം കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ വാഗ്ദാന ലംഘകരായി മാറും ചെയ്യാണ്. അപ്പോൾ നോക്കൂ, ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അത് ചിന്തിക്കാതെ നടത്തിയ ഒരു പ്രഖ്യാപനമായിട്ടാണ് ഞാനതിനെ വിലയിരുത്തുന്നത്.